റോഡ് ക്ലോസ്ഡ് എന്നൊക്കെ കാണിക്കുന്നുണ്ട്. മുന്തിരിപ്പാടം, നമ്മളിത് മുന്തിരിപ്പാടത്തിൻ്റെ ഉള്ളിൽ കയറി കേട്ടോ. കഴിഞ്ഞ് നമ്മൾ പോട്ടെ കണ്ടോ ഗൈസ്, റോഡ് പൊട്ടിയിട്ട് ഗൈസ് എന്താ ലുക്ക് നോക്കിയ സ്ഥലത്തിൻ്റെ. ഗൈസ് പമ്പ് റെഡിയായി. ഇവിടുന്ന് ഏകദേശം 66 കിലോമീറ്റർ ഉണ്ട്, അതായത് 2 മണിക്കൂർ മേഘമലയിലേക്ക്. റോഡ് ക്ലോസ്ഡ് എന്നൊക്കെ കാണിക്കുന്നുണ്ട്. ഒന്നും അറിയില്ല, എല്ലാം സെറ്റാക്കി വെച്ച് രാവിലെ എണീച്ചിന് 4 മണിക്കായിട്ട് എണീച്ചിന് വീഡിയോ കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്യാനുണ്ട്. എല്ലാം സെറ്റാക്കി ഇവിടുന്ന് പോവാണ്. In 52 kilometers, there's a road closure. No other routes are available at this time. പോയിട്ടാണ് ഇപ്പോൾ പമ്പന്ന് വിട പറഞ്ഞു ഗൈസ്. ഒന്നും എടുക്കാനില്ല, എല്ലാം എടുത്ത് വെച്ചു ഗൈസ്. നമ്മളെ റൈഡിലെ 5ാമത്തെ റെയിൽവേ ക്രോസാണിത്. നമ്മുടെ ചുറ്റും കണ്ടോ മലയാണ്. അതിൻ്റെ ഇടയ്ക്കായിട്ട് ഇതാ ചെറിയ ചെറിയ കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. വെണ്ടക്ക, കാബേജ്, അങ്ങനത്തെ കുറേ സംഭവം. പിന്നെ ഫോറസ്റ്റ് ഏരിയ ആണ് അത്യാവശ്യം. ബാക്കിയുള്ള ഫോറസ്റ്റ് ഏരിയ പോലെയല്ല, കുറച്ചും കൂടി ഡേഞ്ചറസ് ആണ് ഈ ഫോറസ്റ്റ് ഏരിയ എന്ന് പറയുന്നത്. ഇതാ കുറച്ചും കൂടി അടുത്തിട്ട് ഇപ്പോൾ നമുക്ക് മലയും അടുത്ത് കാണാൻ തുടങ്ങി, അതേപോലെ തന്നെ വിൻഡ് മില്ലും അടുത്ത് കാണാൻ തുടങ്ങി. ഈ ഒരു യെല്ലോ ലൈൻ കണ്ടോ, അത് വാണിംഗ് ലൈനാണ്. അത് വരുമ്പോൾ ഭയങ്കര സീനാണ്. ഇത് വീഴുന്നുണ്ട്, പിന്നെ ഭയങ്കര കുലുക്കാണ്, കെട്ടൊക്കെ ലൂസാകുന്നുണ്ട്. കണ്ണിന് ചെറിയ എന്തോ ഒരു പ്രശ്നം വരിയുണ്ട്. എനിക്ക് പൊടി പോയിട്ട് കണ്ണ് മുറിഞ്ഞ എന്തോ ചെയ്ത് കണ്ണ് പോച്ചൽ, വെള്ളം പെരുത്ത് ചുവപ്പ് കളർ എല്ലായി. കാശ് ഇതൊക്കെ വെല്ലിമല 51, ചിന്നമന്നൂർ 18, മേഘമല 40, ഹൈവേസ് 45 കിലോമീറ്റർ. ഓക്കെ 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 എത്തി കാശ്. ഇവിടുന്ന് റൈറ്റ് എടുത്ത് കുറച്ച് പോകണം. 40-45 കിലോമീറ്റർ ഓടാറുണ്ട് കേട്ടോ അങ്ങോട്ട്. കാശ് വഴിയിലേക്ക് പോകുന്ന ചെറിയ വണ്ടി കണ്ടോ, ട്രാക്ടറിൻ്റെ ചെറുത്, ഭയങ്കര ചെറുതാട്ടോ കാണാൻ. മറ്റേ നമ്മൾ ഹിൽ ക്ലൈംബ് ഗെയിം കളിക്കൂലേ, ഹിൽ ക്ലൈംബ് തന്നെയല്ലേ? ഹിൽ ക്ലൈംബിൽ തന്നെ ഇതേപോലത്തെ ഒരു വണ്ടിയുണ്ട്. കാശ് ഈ 2 ഭാഗത്തും ചോളം കേട്ടോ. ഇവിടെ മെയിൻ തെങ്ങാന്ന് തോന്നുന്നു, തെങ്ങ്, വാഴ, ചോളം, ആ 3 സംഭവമാണ് കണ്ടു വരുന്നത്. ഗൈസ് മുന്തിരിപ്പാടം ആയിട്ടില്ല, ആയി വരുന്നില്ല കേട്ടോ. അപ്പോൾ പോകുന്ന വഴിക്ക് കണ്ടിയാണ് ആ തെങ്ങും തോപ്പിന് നടുക്ക് മുന്തിരിപ്പാടം. ഗൈസ് ഇവിടെ മൊത്തം മുന്തിരി കേട്ടോ. ആണെങ്കിൽ എല്ലാം കൾട്ടിവേറ്റ് ചെയ്തു തോന്നുന്നു. ചില സ്ഥലത്ത് കൾട്ടിവേറ്റ് ചെയ്താണെന്നില്ല, ചില സ്ഥലത്ത് ആയി വരുന്നില്ല. നമുക്ക് ഇതൊന്നും കാണാൻ പറ്റിയില്ല. ഇതന്നെ മുന്തിരിയാ? കോവക്കാവാ? മുന്തിരി ഇല്ല. അങ്ക ഇരിക്കറതാ. ഓക്കെ ഓക്കെ ഓക്കെ. ഇത് മുന്തിരി സീസണാ? ഇത് മുന്തിരി ഒന്നും തെരിയ മാട്ടേങ്ങത് സീസൺ ഇല്ല. വെട്ടിട്ടാറാ? ഇനിയിപ്പോ വെളിയിൽ എടുക്കാം, അങ്ക ഇരിക്കോ? ഓക്കെ ഓക്കെ. ഗൈസ് റോഡ് മാറിയോ എന്ന് ഡൗട്ട്. ഓക്കെ ഓക്കെ, റോഡ് മാറിയിട്ടൊന്നുമില്ല. നമുക്ക് വില്ലേജ് കാണിക്കാൻ കൂട്ടിക്കൊണ്ടുപോയതാണ്, വേറെ ഒന്നല്ല. എവിടെയാടാ ലെഫ്റ്റ്? ഇതാറ്റാ ലെഫ്റ്റ് അങ്ങോട്ടില്ലടാ. പറ എന്തെങ്കിലും പറ. In 400 meters, turn left onto then Palani Road. മുന്തിരിയാ? അങ്ക ഇരിക്കറതോ? ഇതെന്നെ എന്നാ കൃഷി? മുന്തിരി എങ്ക ഇറക്കും? മുന്തിരി അങ്ക ഇറക്കാ. ഓക്കെ ഗൈസ്, നമ്മൾ ആ റൂട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് കയറി. ഇവിടെ കണ്ടോ ഫുള്ള് മുന്തിരിക്കൊലയാട്ടോ. ആണെങ്കിൽ കയറാൻ പേടിയാന്നുണ്ട്, നായുണ്ട്. അതേപോലെ തന്നെ ആൾക്കാരൊന്നും ഇല്ലാണ്ട് കയറുന്ന മോശമാണ്. എന്നാ മുന്തിരി പാക്കലാമാ? എനക്ക് വേണാ, ജസ്റ്റ് പാത്തിട്ട് വീഡിയോ എടുത്തിട്ട് പോരുവേ. അങ്ങ് ആളില്ലേ? ആളില്ല, അതായത് നനപ്പാങ്ങളാ? എന്താ വഴി ഏറരുതാ? എന്താ വഴി ഏറരുത്? അപ്പടിയാ? അത് നായി കടിക്കുമാ? കടിക്കാതെ. ഓക്കെ ഓക്കെ, പാത്തിട്ട് പോയിടണ. ഓക്കെ ഓക്കെ. ഗൈസ് നമ്മളിത് മുന്തിരിപ്പാടത്തിൻ്റെ ഉള്ളിൽ കയറി കേട്ടോ. ചോദിച്ചിട്ട് കുപ്പിയൊക്കെ കെട്ടി വെച്ചിട്ടുണ്ടോ? ഗൈസ് മോനെ മുന്തിരിപ്പാടം നോക്കിയേ, സെറ്റപ്പ് ഫുള്ള് മുന്തിരി കേട്ടോ. പച്ചയുണ്ട്, പകുത്തിയുണ്ട്, അങ്ങോട്ടെല്ലാം പകുത്തി, അതൊക്കെ പകുത്തിയാണ്, ഇതൊക്കെ പച്ച മിക്സ്ഡാണ്. സെറ്റപ്പ് കണ്ടോ? അവിടെ ആളുണ്ട് കേട്ടോ. ഇതിൻ്റെ ഫുള്ള് മുന്തിരിപ്പാടാണ്, ഒക്കെ ഫുള്ള് കൊലയാണ്. കഴിഞ്ഞ് നമ്മൾ പോട്ടെ കണ്ട
പോട്ടാ നമ്മൾ ഒന്ന് വരച്ചിട്ടുണ്ട്. എൻ്റെ അമ്മ നടുപണി. എന്നാ പോയിട്ട് വേണോ? നല്ല മധുരമുണ്ട് കേട്ടോ. പോയിട്ട് വരാം പാത്തിൻ്റെ. പാത്തിൻ്റെ പോയിട്ട് വരാം. ഒന്ന് അങ്ങ് വേറെ ആളിരുന്നാങ്ങ് പാത്തൊക്കെ ചൊല്ലിട്ടാങ്ങ്. ഓക്കേണ്ണാ പോയിട്ട് വരാം. ഓണറുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒരു കുറച്ച് കവറിലായിട്ട് വാങ്ങിയിട്ട് പോയാൽ മതി. മെല്ലെ തിന്നോണ്ട് പോകാമല്ലോ. ചെക്ക് പോസ്റ്റ് എത്തി. മേഘമല ഹൈവേയിലേക്ക് 26 കിലോമീറ്റർ. ദൈവമേ, റോഡ് ക്ലോസ് ആയെന്നും പറയാൻ പാടില്ലേ. ഇത് അമ്പലം കേട്ടോ, മുരുകൻ്റെ. സാർ മുകളിൽ പോയിട്ട് സാർ. ഗൈസ് അവിടെ എൻട്രി ചെയ്തു. വണ്ടി നമ്പർ, പേര്, ഒപ്പ്, ഫോൺ നമ്പർ. 5 രാമയ്ക്ക് തിരിച്ചെത്താൻ പറഞ്ഞ് റോഡ് കാര്യങ്ങളിൽ നിന്ന് ക്ലോസ്ഡല്ല, സെറ്റ്. എയർപിന്നും പെന്നും കയ്യിലേക്ക് എത്തി. പിന്നെ നമ്മൾ വെള്ളക്കുപ്പിയോടെ വാങ്ങി വെച്ച് ക്യാമറ ഓഫാക്കാൻ പറഞ്ഞു. ഫസ്റ്റ് ഞാൻ പറഞ്ഞു സോറി സാർ എന്ന് പറഞ്ഞു. എന്നിട്ട് എന്നോട് ബാഗ് ചെക്ക് ചെയ്യണം. അവൻ ചെക്ക് ചെയ്തോ, കുഴപ്പമില്ല. നമ്മൾ ഡ്രോണും കാര്യങ്ങളൊന്നുമില്ല. കാരണം എനിക്കറിയാം ഡ്രോൺ ഇങ്ങോട്ടോ എവിടെ എല്ലാം അറിയാം. നമ്മൾ ഡ്രോൺ അങ്ങനത്തെ കാര്യമൊന്നുമില്ല. ചാർജർ, പവർ ബാങ്ക്, പിന്നെ ഹെൽമെറ്റിലെ ക്യാമറ, ഫോണ്, പിന്നെ ഡ്രസ്സ്, അത് മാത്രമേ ഉള്ളൂ. പിന്നെ ലിക്കറുണ്ടോ ചോദിച്ചു. ഇല്ല സാർ, എന്തെങ്കിലും ലിക്കറില്ലായിരുന്നു ചോദിച്ചു. ബാഗിൽ ഇരിക്കാൻ കേട്ടേ. പറഞ്ഞു ഇല്ല സാർ, ലിക്കറൊന്നുമില്ല, അങ്ങനെ യൂസ് ചെയ്യാം. ലിക്കർ സ്മോക്കിങ്ങും കാര്യമൊന്നും യൂസ് ചെയ്യല്ല എന്ന് പറഞ്ഞു. അപ്പോൾ സാറെ നോക്കി ചിരിച്ചിങ്ങനെ ആരും ചിരിച്ചങ്ങോട്ട്. വയസ്സ് ഇവിടെ താഴോട്ടില്ല വ്യൂ നോക്കിയേ. നമ്മൾ നേരത്തെ കണ്ട മുന്തിരിപ്പാടാട്ടോ. വണ്ടി നിൽക്കുന്നില്ല. നമ്മൾ നേരത്തെ കണ്ട മുന്തിരിപ്പാടൊക്കെ ഉണ്ടോ? അത് മുന്തിരിപ്പാടം, തെങ്ങ്, ചോളം കാര്യങ്ങളൊക്കെ ഉണ്ടോ. ഫുള്ള് ഇവിടുന്ന് കാണാൻ പറ്റും കേട്ടോ. ഇതിൻ്റെ മുകളിൽ കയറണം. അങ്ങ് ആ ഒരു സൈഡിലായിരിക്കും കയറേണ്ടി വരിക. കഴിച്ച് നമ്മൾ മുകളിലേക്ക് പോകുന്നതിന് ഇതിൻ്റെ വ്യൂ മാറുക കേട്ടോ. കുറച്ചും കൂടി കയറണം. വിൻഡ് മില്ലൊക്കെ കണ്ടോ. നമ്മളിപ്പോൾ വിൻഡ് മില്ലിന് അത്ര ഹൈറ്റിലെത്തി. എത്ര മാസത്തെ ആഗ്രഹമായിരുന്നു മേഘമല. എനിക്ക് കുറേ സ്ഥലത്ത് പോകണമെന്നുണ്ടായിരുന്നു. അതായത് തഞ്ചാവൂർ, രാമേശ്വരം, ധനുഷ്കോടി, മേഘമലൈ, കൊടൈക്കനാൽ, ഗുണ്ടൽപേട്ട്, അതൊക്കെ ഉണ്ടായിരുന്നു. കൊള്ളി ഹിൽസ്, വാൾപ്പാറൊക്കെ, പിന്നെ ഏർക്കാടൊക്കെ എപ്പോഴെങ്കിലും ഒരിക്കൽ പോകണമെന്നുണ്ടായിരുന്നു. ആണെങ്കിൽ എല്ലാം കൂടി ഒരുമിച്ച് ട്രിപ്പ് അടിക്കുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല. അപ്പോൾ എല്ലാം കൂടി ഒരുമിച്ച് അങ്ങ് പ്ലാൻ ചെയ്തു, ഇട്ടു. ഇതാ കഴിയാൻ പോകുന്നു. നമ്മൾ ഏകദേശം ടോപ്പിലെത്തി കേട്ടോ. നോക്കിയേ, ഇവിടെ നിന്നില്ല വ്യൂ നോക്കിയേ. താഴോട്ടേക്ക് ഒന്നും കാണുന്നില്ല. ഫുള്ള് മഞ്ഞ കേട്ടോ. ഫുള്ള് നല്ല ബ്രൈറ്റ് ഉണ്ട് ഇവിടെ. നല്ല സൺലൈറ്റിലായിട്ട് നല്ല ബ്രൈറ്റാണ്. ഇനിയും കയറാനുണ്ട്. വയസ്സ് നമ്മൾ ഏകദേശം ടോപ്പിലെത്തിയ ഇങ്ങനെ പാട്ട് കേട്ടോണ്ട് വരുമായിരുന്നു. ഇതാ കേട്ടോ, പാട്ട് കേട്ടോണ്ട് വരുമായിരുന്നു. അപ്പോൾ പെട്ടെന്ന് തീരെ സൗണ്ടില്ല. ഇതിന് തീരെ സൗണ്ട് വെച്ചാൽ എന്താ വോളിയം കുറഞ്ഞാണോ? എൻ്റെ വോളിയം കുറേ കൂട്ടി നോക്കി. എന്നിട്ട് എല്ലാം മാക്സിമം തന്നെ കാണിക്കുന്നത്. സംഭവം എന്താ, ചെവിടൊക്കെ അടഞ്ഞ്. ഇത് സ്പീക്കർ സൗണ്ട് കുറഞ്ഞ്. താഴെ സൗണ്ടല്ല ഇപ്പോൾ മുകളിലെത്തിയപ്പോൾ. പക്ഷേ ബൈക്ക് കണ്ടു ഇവിടെ. ഒരു ബൈക്ക് ഇവിടെ ഹോം സ്റ്റേ ഒക്കെ ഉണ്ടെന്ന് എഴുതി വെച്ചിട്ടുണ്ടല്ലോ. ഗൈസ് മുകളിലൊക്കെ നല്ല മഞ്ഞ കേട്ടോ. ഇതേപോലത്തെ സ്ഥലത്തു നിന്നാണ് അന്ന് കൊള്ളി ഹിൽസിൽ നിന്ന് തിരിച്ച് തഞ്ചാവൂരിലേക്ക് പോകുമ്പോൾ വീണത്. ഇതാ ഇങ്ങനെ വെള്ളം വരുന്നുണ്ടോ. സൈഡിലേക്ക് കൂടി പോകുമ്പോൾ കുറേ ചപ്പുണ്ട്. ഇത് അങ്ങനെയാണ് പോയത്. അങ്ങനെ സൈഡിൽ ഇങ്ങനെ പോയത്. വെള്ളം അതിൻ്റെ തൊട്ട് ആടുന്നൊരു ഊരല്ല. പിന്നെ കൈ വിട്ടില്ലേ. വീട് തന്നെ അതേപോലെയാണെങ്കിൽ പിന്നെ നോക്കണ്ട. നമ്മൾ നേരത്തെ കയറി ചെക്ക് പോസ്റ്റിലുണ്ടാവും. അവിടെ നിന്ന് കുപ്പിയും വാങ്ങിയിട്ട് നമുക്ക് നേരെ വിട്ട് പോവാം. പക്ഷേ ഉണ്ടോ റോഡ് പൊട്ടിയിട്ട്. എനിക്കൊന്ന് ഇതായിരിക്കും റോഡ് ക്ലോസ്ഡ് കാണിച്ചത്. പക്ഷേ നമ്മൾ മുകളിലെത്തി കേട്ടോ. നല്ല തണുപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല തണുപ്പുണ്ട്. ഗ്ലൗസ് ജാക്കറ്റൊന്നും ഇട്ടിട്ട് കാര്യമില്ല. നല്ല തണുപ്പാണ് കേട്ടോ. മരുന്നടിക്കുന്നുണ്ടോ? അവിടെ തന്നെ വീണാൻ തീർന്നില്ല. ഉറുമ്പിൻ്റെ പൊടീൻ്റെ വേണം. ആ റോഡ് കണ്ടോ, ഇങ്ങനെ പോണ്ടേ. ഗൈസ് എന്താ ലുക്ക് നോക്കിയ സ്ഥലത്തിൻ്റെ. ഒന്നും പറയാൻ കിട്ടുന്നില്ല കേട്ടോ. ഫുള്ള് കണ്ണ് ഫുള്ള് പച്ച കളറായി. തീയയിൽ പാല് ഒഴുകി വരുന്ന പോലെ. ഓ, കിടിലൻ ഫുഡ്. ഞാൻ കഴിച്ചത് 3 പൂരി 3 ഇഡ്ഡലി. ഷോ എൻ്റെ മോനെ, ഇത്ര ലുക്ക് വിചാരിച്ചിട്ടില്ല വന്നത്. കഴിച്ച് നോക്കിയേ, ഫുൾ കോടാ. பண்ண முடியாது, சுற்றி தான் போகணும். ஓ